നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിലടക്കം പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ജെൻസി പ്രക്ഷോഭം. നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ജെൻസി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ CJP എന്ന രീതിയിൽ കോക്രോച്ചിനെ കുറിച്ച്, അതായത് നമുക്കറിയാം പാറ്റകൾ എന്ന് വിശേഷിപ്പിക്കുന്ന കോക്രോച്ച് എന്ന രീതിയിൽ ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ചിന് തുല്യമായി, അല്ലെങ്കിൽ പാരസൈറ്റ് പോലെ, സാധാരണഗതിയിൽ നമുക്ക് പറയാറുണ്ട് മരങ്ങളിലൊക്കെ കയറി പറ്റുന്ന ഇത്തിള് പോലെ, പാരസൈറ്റിനെ പോലെ ഉപമിച്ചിരിക്കുകയാണ് അവരെ. അതായത് അവരാണ് ഈ രാജ്യത്തെ ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ നിയമസംഹിതയെ നോക്കി കൊഞ്ഞന കുത്തുന്നത് എന്ന രീതിയിലുള്ള പരാമർശം. അത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രാജ്യത്തെ പ്രമുഖ സംഘടനകൾ, ജെൻസി പ്രക്ഷോഭം എന്ന രീതിയിലായിക്കോട്ടെ, രാജ്യത്തെ യുവ സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, അത്തരത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. നോക്കൂ, BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് അധികാരമേറ്റിട്ട് കോടതി നിയമത്തെ വരെ കുഞ്ഞിനെ കുത്തി കാണിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെതിരെ എന്താണ് പ്രതിഷേധിക്കാനുള്ള മാർഗം? ഈ രാജ്യത്തെ ചെറുപ്പക്കാർ അവർക്കെതിരെ ട്രോളുകളും അവർക്കെതിരെ ബ്ലാക്ക് ഹ്യൂമറുകളും നടത്തുന്നതല്ലാതെ അവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഈ രാജ്യത്ത് അധികാരികളെ തിരിച്ചു വിളിക്കാനുള്ള അധികാര രീതികൾ, അങ്ങനെയുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആകെ പ്രതിഷേധം നടത്താൻ കഴിയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഭരണാധികാരികൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞാണ്. അടുത്ത് നരേന്ദ്രമോദി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയെ കണ്ടിട്ട് അവർക്ക് മെലഡി, പാർലയുടെ ഉൽപ്പന്നമായിട്ടുള്ള മെലഡി എന്ന ടോഫി സമ്മാനിച്ചപ്പോൾ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി. ഇത്തരത്തിൽ പ്രധാനമന്ത്രി ചെന്ന് ഒരു കൃത്യമായി രാജ്യത്തിൻ്റെ തലവനായി നടന്ന് കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് പകരം സാധാരണ ഈ കാമുകന്മാർ ഡേറ്റിംഗ് നടത്തുന്നതിന് തുല്യമായിട്ടാണ് ഇത്തരം രീതികളെ കാണേണ്ട. അത്തരം തരം താഴ്ന്ന മീറ്റിംഗ് പോലെ ആയിരുന്നു അതിൻ്റെ ചിത്രീകരണം എന്ന് സോഷ്യൽ മീഡിയയിൽ ജെൻസികൾ പറഞ്ഞാൽ അതിലെന്ത് തെറ്റാണ് കരുതാൻ കഴിയുന്നത്? ജെൻസികളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണത്തലവൻ മറ്റൊരു രാജ്യത്തെ ഭരണത്തലവൻ അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ടുള്ള ഒരു വ്യക്തി, അവർ വനിതാ നേതാവായിക്കോട്ടെ, അവർക്ക് വളരെ ഹാർദവമായി ഒരുപക്ഷെ സ്വാഗതം ചെയ്യാൻ ഒരു ബൊക്കെ എന്തെങ്കിലും സമ്മാനിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പറയാം അത് ഭരണാധികാരികൾ സ്വാഭാവികമായി ഒരു വാം ഇൻവിറ്റേഷൻ കൊടുക്കുന്നതാണ്. അതല്ലാതെ ചുമ്മാ കൊണ്ടുവന്ന് മെലഡി ചോക്ലേറ്റ് കൊടുക്കാൻ ഇതെന്താ ബർത്ത്ഡേ വല്ലതുമാണ്? ഇത്തരത്തിലുള്ള വലിയ പ്രസ്താവനകൾ വരുന്നുണ്ട്. അതിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലുള്ള മോശമായ പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടത്. പണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക സമരം നടത്തുന്നവരെ ആന്തോളൻ ജീവികൾ എന്ന് വിളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എത്രത്തോളം ഈ രാജ്യത്ത് കർഷകർക്കെതിരെയാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത് എന്നുള്ളതും എല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിന് സമാനമായി ഒരു വിഷയമായി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോക്രോച്ച് ആയി ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് CJP എന്ന രീതിയിൽ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി നടത്തിയ ഫോളോയിങ് ID ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ചുരുങ്ങിയ ദിവസം കൊണ്ടുണ്ടായത്.